ഇതിൽ കുറേ സംഭവങ്ങൾ വീണ്ടും വരുന്നൊരു പ്രോബ്ലം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 29. മിസ്റ്റർ സുമിത്തിന് ഒരു സിമെൻറ്റ് ഫാക്ടറി, അയാളുടെ P&L അക്കൗണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, സിമെൻറ്റിൻ്റെ പർച്ചേസ് ഉണ്ട്. ഇതൊക്കെ എന്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ആണ്? ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. P&L അക്കൗണ്ട് കാണിക്കാം, അലൗഡാണ്. ഇത് P&L അക്കൗണ്ടിൽ പ്രോബ്ലം ഇല്ല, ഇതും ഇല്ല. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മളൊരു റൂൾ പഠിച്ചിട്ടുണ്ട്. എന്താ റൂൾ പഠിച്ചത്? പ്രിലിമിനറി എക്സ്പെൻസിന് 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അത് മാക്സിമം എത്രയായിരിക്കണം? 5% ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇതിലായിരിക്കണം മാക്സിമം ലിമിറ്റ്. ബട്ട് ഈ ക്വസ്റ്റനിൽ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് പ്രിലിമിനറി എക്സ്പെൻസ് തന്നിട്ടേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ല. അപ്പോൾ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ ഒരൊറ്റ പോർഷൻ മാത്രമേ ഏതിൽ വരുള്ളൂ, അലൗഡ് ഉണ്ടാവും. ഏത് ഇയറിൽ? നമ്മളെ ഇയറിൽ. ബാക്കി പോർഷൻസ്, ഫോർ എക്സാമ്പിൾ എത്രയാണ്? 40,000. നല്ല ജലദോഷം വന്നിട്ടുണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടോ പറയുമ്പോൾ അറിയില്ല. ഓക്കെ, 8,000 രൂപ. അപ്പോൾ ഈ 8,000 രൂപ മാത്രമേ ഏത് ഇയറിൽ? നമ്മൾ ഈ നടക്കുന്ന ഇയറിൽ അലൗഡ് ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് പൈസയും, ബാക്കി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ 32,000 രൂപ അല്ലേ. അതിൻ്റെ ബാക്കി ഭാഗം എന്തല്ല? അലൗഡ് അല്ല, ഡിസലൗഡ് ആണ്. അപ്പോൾ നമ്മുടെ P&L അക്കൗണ്ട് മൊത്തത്തിൽ എത്ര അവർ എഴുതി വെച്ചാലിന്? 40,000. അപ്പോൾ നമുക്ക് 40 എഴുതാൻ പറ്റില്ല. നമുക്ക് അലൗഡ് എത്ര മാത്രമായിരുന്നു? ഇവിടെ 8,000 മാത്രമേ എഴുതാമായിരുന്നുള്ളൂ. ബിക്കോസ് ഈ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്, അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് 8,000. അപ്പോൾ ഈ ഇയറിൽ 8,000 കിട്ടും. ബട്ട് ഇവിടെ എത്ര എഴുതി? 40. അപ്പോൾ തിരിച്ച് എത്ര ആഡ് ബാക്ക് ചെയ്യണം? 32,000 ഡിസലൗഡ് ആണ്. അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. റോയൽറ്റി ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. സോ 20,000 നമുക്ക് അലൗഡ് ആണ്. മാനേജറിൻ്റെ സാലറി അലൗഡ് ആണ്, ബട്ട് ഇവിടെ ബിസിനസ് എക്സ്പെൻസ്. ബട്ട് ഇവിടെ പറയുന്നുണ്ട് മിസ്റ്റർ സുമിത് മാനേജസ് ദ ഫാക്ടറി ഹിംസെൽഫ്. അപ്പോൾ ഇതാരാ മാനേജ് ചെയ്യുന്ന? സുമിത്. അപ്പോൾ ഇതിനെന്ത് സാലറി എന്ന് പറയാം? നോഷണൽ സാലറി അല്ല, സെൽഫ് സാലറി. അതുകൊണ്ട് ഇതെന്തല്ല? അലൗഡ് അല്ല, ഡിസലൗഡ് ആണ്. സോ ഇതെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അല്ലാത്ത കേസിൽ മാനേജർ സാലറി അലൗഡ് ആണ്. ഇവിടെ സുമിത്തിന് സാലറി എടുക്കുന്നതുകൊണ്ട് ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോണ് ബിസിനസ് ആവശ്യത്തിന് എടുത്തതാണെങ്കിൽ അലൗഡ് ആണ്. പേഴ്സണൽ ആവശ്യത്തിന് എടുത്തതാണെങ്കിൽ അലൗഡ് അല്ല. ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. പറഞ്ഞില്ലെങ്കിൽ നോട്ട് കൊടുത്താൽ മതി. ലോൺ ഇസ് ടേക്കൺ ഫോർ ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണ്ട? ഇത് എടുക്കണ്ട. ഇത് അലൗഡ് ആയിരിക്കും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പേഴ്സണൽ പർപ്പസിനാണ് എടുത്തെങ്കിൽ ഈ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് തിരിച്ച് നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോഷണൽ ആണ്. സോ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഓഫ് കാർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണ് നമുക്ക് അലൗ ചെയ്തത് നോക്കണം. എന്നിട്ട് എക്സസ് ആണോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ നോക്കണം. എക്സസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, അല്ലാത്ത കേസാണെങ്കിൽ ലെസ് ചെയ്യണം. ലോസ് ഓൺ സെയിൽ ഓഫ് കാർ ഇത് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമല്ല. സോ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇൻകം ടാക്സ് ആഡ് ബാക്ക് ചെയ്യണം. ജനറൽ എക്സ്പെൻസ് അലൗഡ് ആണ്, വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ലെങ്കിൽ. സാലറി ആൻഡ് വേജ് അലൗഡ് ആണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി അലൗഡ് ആണ്. ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, നമ്മുടെ GST. ഓക്കെ, GSTയും ഡ്യൂട്ടീസും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിവേ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഒക്കെ വരും എന്ന് പറഞ്ഞു. പാറ്റേൺ പർച്ചേസ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സോ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇതിൻ്റെ ഡിപ്രിസിയേഷൻ എടുക്കാൻ നമ്മളോട് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, ഡിപ്രിസിയേഷൻ അലൗഡ് ആണ്. സോ ഇതിൻ്റെ ഡിപ്രിസിയേഷൻ നമ്മളിവിടുന്ന് ലെസ് ചെയ്യണം. ഇവിടെ ഒന്നും തന്നിട്ടില്ലല്ലോ. സോ അലൗബിൾ ഒരു എക്സ്പെൻഡിച്ചറാണ്, ബട്ട് നോട്ട് ഡെബിറ്റഡ് ആണ്. സോ നമ്മൾ ലെസ് ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് അലൗഡ് ആണ്. പ്രോഫിറ്റ് സെയിൽസ് ബിസിനസ് റിലേറ്റഡ് ആണ്. കാർ സോൾഡ്, കാർ വിറ്റിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണിത്. ആ കാറിൻ്റെ ഡിപ്രിസിയേഷൻ ഇവിടെ തന്നിട്ടുമുണ്ട്, കാർ വിറ്റിട്ടുമുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതിന് ഒന്നും കൂടെ നോക്കും. ദിസ് വൺ ഓൾസോ. ഡിവിഡൻഡ് റിസീവ്ഡ് എന്തുകൊണ്ടാണെന്നറിയോ? സെയിൽസ് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു അസറ്റിൻ്റെ ആ ബ്ലോക്കിൽ എല്ലാ അസറ്റും സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ, ബ്ലോക്കിലുള്ള എല്ലാ അസറ്റും സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് ഡിപ്രിസിയേഷൻ നില്ലായിട്ട് എടുക്കണമെന്ന് ഞാൻ ആ ഡിപ്രിസിയേഷൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ബ്ലോക്കിലുള്ള എല്ലാ അസറ്റും വിറ്റ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ നില്ലായി കാണിക്കണം. ബിക്കോസ് WDV നില്ലായിരിക്കും. ഓക്കെ, സോ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെയിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അവരുടെ ബ്ലോക്കിൽ വല്ല അസറ്റ് ഉണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? P&L അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഒന്നും ചെയ്യാൻ പാടില്ല. പറയാം
പറയാം, ഇവിടെ ഡിപ്രിസിയേഷൻ ആ സമയത്ത് പറയാം. ഡിവിഡൻഡ് റിസീവ്ഡ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം അല്ല, അത് വെറുതെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്താളണം, ലെസ് ചെയ്തണം. വെറുതെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ PGBPൻ്റെ ഇൻകം കൂടിയിട്ടുണ്ടാവും അല്ലേ. PGBP എന്ന് പറയുന്ന ഹെഡിലെ ഇൻകം കൂടിയിട്ടുണ്ട്, ഇതെല്ലാം ഇൻകം അല്ലേ. ബട്ട് ഇത് ഏത് ഹെഡിലല്ല വരണ്ട, PGBPയിലല്ല വരണ്ട. അതുകൊണ്ട് ഇത് എന്ത് ചെയ്താളണം, അവിടുന്ന് ലെസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റ് കുറക്കണം. റീഫണ്ട് ഓഫ് എക്സൈസ് ഡ്യൂട്ടി കുഴപ്പമില്ല, ബട്ട് റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ് നോ, നമ്മുടെ ഇൻകം അല്ല. സോ എന്ത് ചെയ്യണം, അതും നമ്മൾ ലെസ് ചെയ്താളണം. ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട്. മിസ്റ്റർ സുമിത് വാല്യൂസ് സ്റ്റോക്ക് അറ്റ് 20% ബിലോ കോസ്റ്റ്. സ്റ്റോക്കിന് എന്ത് വാല്യൂ ചെയ്തു പോയി, അണ്ടർ വാല്യൂ ചെയ്തു പോയി. സ്റ്റോക്ക് എന്നേ പറയുന്നുള്ളൂ. സോ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എന്ത് ചെയ്തു പോയി, ബിലോ കോസ്റ്റ്, ദാറ്റ് ഈസ് അണ്ടർ വാല്യുവേഷൻ. സി we will see the treatment. First one is undervaluation of stock ആണ്. സ്റ്റോക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ, സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഏത് സ്റ്റോക്കാണ്. ഇവിടെ ജസ്റ്റ് എന്താ മെൻഷൻ ചെയ്തത്, മിസ്റ്റർ സുമിത് വാല്യൂ സ്റ്റോക്ക് അറ്റ് 20% ബിലോ കോസ്റ്റ്. സ്റ്റോക്ക് എന്ന് മാത്രം പറയുന്നത്, ദാറ്റ് മീൻസ് രണ്ട് സ്റ്റോക്ക്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓക്കെ, അവിടെ സ്പെസിഫൈ ചെയ്ത് ഓപ്പണിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടില്ലെങ്കിൽ കാൽക്കുലേഷൻ ഏതിൽ മാത്രമേ വരാൻ പാടുള്ളൂ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ബട്ട് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അണ്ടർ വാല്യുവേഷൻ ആണ് നമ്മളെ കേസ്. ഫസ്റ്റ് നമ്മൾ അണ്ടർ വാല്യുവേഷൻ മാത്രം ഡീൽ ചെയ്യും. അതിനുശേഷം ഇതേ വീഡിയോക്കകത്ത് ഇതിന് ശേഷം ഞാൻ ഓവർ വാല്യുവേഷൻ പറയും. സോ അണ്ടർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അണ്ടർ വാല്യുവേഷൻ ആകുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എത്രയാണോ അണ്ടർ വാല്യൂഡ് എമൗണ്ട് അത് ലെസ് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിന്, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണോ അണ്ടർ വാല്യൂ ചെയ്തത് അത് നമ്മളിവിടെ തിരിച്ച് ആഡ് ചെയ്യണം. ഓക്കെ, അത് മാത്രം ഓർമ്മിക്കുക. എന്നിട്ട് ഞാനിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സംഭവം ഇവിടെ ഞാൻ എഴുതുവാണ്. ദാറ്റ് ഈസ് 20% ബിലോ കോസ്റ്റ്. അതായത് ഞാൻ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അണ്ടർ വാല്യുവേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിയർ amount given is 3,50,000. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3,50,000. നമ്മളോട് എന്നിട്ട് പറയുന്നത് ഇത് സുമിത്ത് അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് എഴുതിയത്. എത്ര അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് എഴുതിയത്, 20% അണ്ടർ വാല്യൂ ചെയ്തിട്ടാണ് എഴുതിയത് എന്ന് പറയുന്നു. 20% കുറച്ചിട്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് എത്ര ശതമാനം ആയിരിക്കും. സി, നമ്മുടെ 100ലാണ് നമ്മൾ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് 100% കോസ്റ്റ് ആണ് നമ്മുടെ ആ ഫുൾ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടുത്തെ പറയും നിങ്ങളോട് 20% കുറച്ചിട്ടാണ് എഴുതിയാണ്. സോ 20% കുറച്ചിട്ടാണ് എഴുതിയെന്ന് പറയുമ്പം ഇവിടെ തന്നിരിക്കുന്നത് എത്ര പെർസെൻറ്റേജിൻ്റെ വാല്യൂ ആണ്, ഇവിടെ തന്നിരിക്കുന്നത് 80%ൻ്റെ വാല്യൂ ആണ്. സോ 1%ൻ്റെ വാല്യൂ എന്ന് പറയണമെങ്കിൽ ഡിവൈഡഡ് ബൈ 80. നമുക്കിവിടെ ഫുള്ളാണ് അറിയേണ്ടത്. നമുക്കിവിടെ എത്രേൻ്റെ അറിയേണ്ടത്, 100. സോ ഇതാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ യഥാർത്ഥ വാല്യൂ, 3,50,000 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ 1 കിട്ടും ഇൻറ്റു 100. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4,37,500. ഇതാണ് നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ യഥാർത്ഥ വാല്യൂ. ബട്ട് ഇവിടെ എത്ര എഴുതിയിട്ടുള്ളൂ, 3,50,000. ദാറ്റ് ഈസ് അണ്ടർ ആണ് അല്ലേ, അണ്ടർ സ്റ്റേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ അണ്ടർ സ്റ്റേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുക. അണ്ടർ സ്റ്റേറ്റഡ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. 4,37,500 മൈനസ് 3,50,000 ദാറ്റ് ഈസ് 87,500 ആണ് നിങ്ങളുടെ അണ്ടർ വാല്യൂഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്. ഓക്കെ, സി ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇതേപോലെ വേറൊരു വേ പറഞ്ഞുതരാം. നേരിട്ട് ഈ ഒരു എമൗണ്ടിലേക്ക് വരുന്നത് ഇത് കണ്ടുപിടിക്കാണ്ട് നേരിട്ട് എത്രയാണോ കൂടിയത് അല്ല എത്രയാണോ കുറഞ്ഞത് അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ എഴുതുക. ഓക്കെ, ഇൻറ്റു ഇവിടെ എത്ര പെർസെൻറ്റേജാ, 20% അബവ്. സോ ഇവിടെ ഇൻറ്റു 20 എഴുതുക. ഡിവൈഡഡ് ബൈ 100 മൈനസ് 20 ദാറ്റ് ഈസ് 80. ഇത് ചെയ്ത് നോക്കിയാൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഈ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, ബട്ട് ഇതാണ് സംഭവം, ഇതാണ് അതിൻ്റെ ഒരു വേ. ദിസ് ഈസ് 100%. ഇത്ര വേണമായിരുന്നു PNL അക്കൗണ്ടിൽ, ബട്ട് എത്ര എഴുതിയുള്ളൂ, 3,50,000. സോ ഇത് രണ്ടും ലെസ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് എഴുതുക. ഇത് നേരിട്ട് ഈ ഒരു എമൗണ്ടിലേക്ക് കിട്ടണമെങ്കിൽ ഈ വേയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതേ മെത്തേഡിൽ നിങ്ങൾ എന്തും കാണുക, ക്ലോസിംഗ് സ്റ്റോക്കും കാണുക. ഓക്കെ,
സോ യു ഓഫ് ദ വീഡിയോ യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റ് ആണോ അല്ലോ. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 2 lakh ആണ്. സെയിം സ്റ്റെപ്പ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 യു വിൽ ഗെറ്റ് 2,50,000. ഇതാണ് 100%ൻ്റെ വാല്യൂ. ഇവിടെ 2 lakh ഓൺലി. സോ undervalued closing stock is equal to 2,50,000 minus 2 lakh, that is 50,000. ഓക്കെ, സോ 50,000 നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ടാക്സ് ആണ് പഠിക്കുന്നത്. ടാക്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അത്ര കണ്ട് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. പ്രോഫിറ്റ് അത്ര കണ്ട് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും. സോ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കാണിക്കണം. എഗെയിൻ ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു എമൗണ്ടിലേക്ക് കിട്ടാൻ വേണ്ടി 2 lakh എഴുതുക, 20%. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 80 ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് എത്ര കിട്ടും? 50,000 കിട്ടും. ഇഷ്ടമുള്ള വേ ഫോളോ ചെയ്യാം. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത്? അണ്ടർ വാല്യുവേഷൻ. ഇനി ഓവർ വാല്യുവേഷൻ്റെ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഒരെണ്ണം മാത്രം പറയാം, മറ്റേ നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് 44,000 ഉണ്ട് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് P&L അക്കൗണ്ടിൽ 44,000 ഉണ്ട്. നിങ്ങളോട് പറയുന്നത് 10% above, it is valued 10% above cost. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കാൽക്കുലേഷൻ വരും എന്ന് നോക്കാം. 2 രീതിയിൽ ഇതും ചെയ്യാം. ഫസ്റ്റ് വേ 44,000 എന്ന് പറയുന്നത് 10% കോസ്റ്റിന് അബോവ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 10. അപ്പോൾ എത്ര പെർസെൻറ്റേജിൻ്റെ ഇവിടെ തന്നത്? 110% ഇവിടെ തന്നത്. സോ ഡിവൈഡഡ് ബൈ 110 ചെയ്താൽ 1ൻ്റെ കിട്ടും. ഇൻറ്റു നമുക്ക് എത്രേൻ്റെയാണ് വേണ്ടത്? 100. ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് how much you will get? You will get 40,000. Okay, so 40,000 is 100. So this 40,000 is for 100%. അപ്പം 100% എന്ന് പറയുമ്പോൾ 40,000. നമുക്ക് വേണ്ടത് എത്രയാണ് ഓവർ വാല്യൂ ചെയ്തത്? ഇവിടെ എത്ര ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ട്? ഇവിടെ 44 ആണ് തന്നത്, 40,000. സോ ഓവർ വാല്യൂഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 4,000. ഇനി ഈ ഒരു എമൗണ്ട് നേരിട്ട് കിട്ടണമെങ്കിൽ തന്നിരിക്കുന്നത് 44,000 ആണ്. ഇൻറ്റു ഇവിടെ നമുക്ക് തന്നത് 10 ആണ്. ഡിവൈഡഡ് ബൈ 100 പ്ലസ് 10, 110. ഇത് ചെയ്ത് നോക്കിയാട്ടെ നിങ്ങൾക്ക് നേരിട്ടിട്ട് എത്ര കിട്ടും? 4,000 കിട്ടും. ഏത് വേ വേണ്ടിക്കലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അണ്ടർ വാല്യുവേഷൻ ഓഫ് വാട്ട് സ്റ്റോക്ക് ആണ്, ഓപ്പണിംഗ് യാ ക്ലോസിങ്. സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിവിടെ കിട്ടിയ എമൗണ്ട് ഇത് ലെസ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. ഈ ഒരു എമൗണ്ട് ലെസ് ചെയ്യണം, ഈ ഒരു എമൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് വേജ് ഇൻക്ലൂഡ് 5,000 പെയ്ഡ് ടു ഡൊമസ്റ്റിക് സെർവൻസ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ആവശ്യത്തിന്, ഹൗസ് ഹോൾഡ് ആവശ്യത്തിനാണ് നമ്മൾ ഡൊമസ്റ്റിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. ഓക്കെ, ക്യാമറ കുറച്ച് തിരിഞ്ഞോ എന്നൊരു സംശയം. എനിവേ ഈ ഒരു സംഭവം അങ്ങനെ പോട്ടെ. സോ ഡൊമസ്റ്റിക് സെർവൻറ്റിന് വേജസ്, വെർ ഇസ് വേജ്? ഇവിടെയാണ് വേജ് തന്നിരിക്കുന്നത്. വേജ് അലൗഡ് ആണ്, ബട്ട് ഡൊമസ്റ്റിക് സെർവൻറ്റിന് കൊടുത്ത വേജ് അലൗഡ് അല്ല. സോ 1,20,000, 5,000 അലൗഡ് അല്ല. ഈ 5,000 തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് 4,000 സ്പെൻഡ് ഫോർ റിപ്പയറിങ് ആ മെഷീനറി. മെഷീനറി റിപ്പയർ ചെയ്യാനുള്ളത് നമുക്ക് അലൗഡ് ആണ്. സോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് അലൗഡ്. ഈ 90,000 ഇതും കൂടി ഇൻക്ലൂഡ് ആയിക്കോട്ടെ. റിപ്പയർ ചെയ്യാനുള്ള, മെഷീനറി റിപ്പയർ ചെയ്യാനുള്ള എക്സ്പെൻസ് നമുക്ക് സെക്ഷൻ നമ്പർ 31 പ്രകാരം നമുക്ക് എന്താണ്? അലൗഡ് ആണ്. നൗ പ്രിലിമിനറി എക്സ്പെൻസ് വെയർ മെയ്ഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ. പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. 8,000 മാത്രമേ അലൗഡ് ഉള്ളൂ. ബാക്കി 32,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. 5ാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Again 6th point. In April 2020, he purchased a car for 1,20,000 and sold the same for 80,000 in January 2021. ഇയാളൊരു കാറ് വാങ്ങിച്ചിരിക്കുന്നത് ഏപ്രിൽ 2020 സോ കാറ് വാങ്ങിയത് നമുക്ക് ഇവിടെ തന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? 1,20,000 തന്നിട്ടില്ല. സോ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട്. ആ കാറ് നമ്മൾ വിറ്റിട്ടുമുണ്ട്. അതേ ഇയറിൽ തന്നെ വിൽക്കുകയും ചെയ്തു. ഓക്കെ, സോ വേറെ ഒരു സാധനം ആ ബ്ലോക്കിനകത്തില്ല. അതിൻ്റെ അർത്ഥം ആ ബ്ലോക്ക് ഇല്ല ഇപ്പോഴും. അങ്ങനെ ഒരു ബ്ലോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ പർട്ടിക്കുലർ അസറ്റിന് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഡിപ്രിസിയേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് നിൽ.
ഓൾറെഡി ഡിപ്രിസിയേഷൻ്റെ സമയത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് ആണത്. സോ ഡിപ്രിസിയേഷൻ നില്ലായിട്ട് എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ P&L അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ വി ഓൾറെഡി ഡെബിറ്റഡ് ഡിപ്രിസിയേഷൻ, റൈറ്റ്? ഡിപ്രിസിയേഷൻ നമ്മളിവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തല്ല, അലൗഡ് അല്ല. വൈ? ബ്ലോക്കിൽ അസറ്റ് ഇല്ല, വാങ്ങി കാറ് അതൊക്കെ വിറ്റു, ഇപ്പം നമ്മളെ കയ്യിൽ ആ പർട്ടിക്കുലർ അസറ്റോ ആ പർട്ടിക്കുലർ ബ്ലോക്കിൽ പെടുന്ന വേറൊരു അസറ്റോ ഇല്ല. ഓക്കെ, ഡിപ്രിസിയേഷൻ ബ്ലോക്കിൻ്റെ മേലെ കാണാം, ഇവിടെ വെറും കാറ് മാത്രമേ ഉള്ളൂ. സോ ബട്ട് എടുത്ത് പറയണം, ബ്ലോക്കില്ല, അവിടെ അസറ്റ് ഇല്ല എന്നല്ല പറയണ്ട, കാറില്ല എന്നല്ല, കാറ് വിൽക്കും വാങ്ങിക്കും, ബട്ട് ആ പർട്ടിക്കുലർ ബ്ലോക്കിൽ വേറെ ഒരു അസറ്റും ഇപ്പോഴില്ല. സോ എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്രിസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഡിപ്രിസിയേഷൻ ഇസ് നോട്ട് അലൗഡ്, ഡിസ്അലൗഡ് ആണ്. അപ്പോൾ ഡിസ്അലൗഡ് ആയ ഒരു സാധനം ഇറ്റ്സ് ഓൾറെഡി ഡെബിറ്റഡ് ഇൻ വേർ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ആ റീസൺ കൊണ്ടാണ് ഈ ഡിപ്രിസിയേഷൻ അവിടെ ആഡ് ബാക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നൗ Next item, general expense include first one, donation to public hospital. Donation ഒരു personal nature expense ആണ്, തിരിച്ച് add back ചെയ്യണം. Special advertisement campaign undertaken in respect of new product. പുതിയ ബിസിനസ്, പുതിയ പ്രോഡക്റ്റ് ഒന്നും നമുക്ക് അലൗഡ് അല്ല. അതേപോലെ തന്നെ പാസ്റ്റ് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനവും നമുക്ക് അലൗഡ് അല്ല. ഓൺലി എക്സിസ്റ്റിംഗ് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളൂ. സോ ഇതും തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. 40,000 തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ജനറൽ എക്സ്പെൻസിലുള്ള ഈ രണ്ട് ഐറ്റവും ജനറൽ എക്സ്പെൻസിലുള്ള തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഇതും ആഡ് ബാക്ക് ചെയ്യുക, ഇതും. നെക്സ്റ്റ് ഇസ് രജിസ്ട്രേഷൻ എക്സ്പെൻസ്. ദിസ് വൺ 8,000 അലൗഡ് ആണ്, ട്രേഡ് മാർക്ക് ആണ്, ബിസിനസ് റിലേറ്റഡ് ആണ്, അതിൻ്റെ രജിസ്ട്രേഷൻ എക്സ്പെൻസ് ആണ്, അലൗഡ് ആണ്. എംപ്ലോയി ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ 7,000. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ എംപ്ലോയർ ഇൻകർ ചെയ്യുവാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറാണ് ആദ്യം ചെക്ക് ചെയ്യണം, വെദർ ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ എ റവന്യൂ എക്സ്പെൻഡിച്ചർ. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്നത് അതിനെ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ഇയറിൽ അലോ ചെയ്യുക അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും. ബട്ട് ഇവിടെ തന്നിരിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. സി, ബിക്കോസ് ഏതിൻ്റെ ഉള്ളിലാണ് വരുന്നത്, ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസ് എവിടെയാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്, P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ ഈ ഭാഗത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് ജനറൽ എക്സ്പെൻസിൽ വരിക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എംപ്ലോയി ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ഓഫ് ₹7,000 റവന്യൂ നേച്ചറാണ്. സോ റവന്യൂ നേച്ചർ വരുന്നത് എന്ത് ചെയ്യണം, 100% നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റിയ സാധനമാണ്. അതുകൊണ്ടാണ് ഇതിനെ നിങ്ങൾ ആൻസറിൽ എവിടെ എഴുതാത്തത്, ബിക്കോസ് ഇറ്റ് ഈസ് അലൗഡ് ആണ്. സോ അലൗ ചെയ്തിട്ടുമുണ്ട്, അതിന് എവിടെ കാണിച്ചിട്ടുമുണ്ട്, ഇവിടെ കാണിച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട, പ്രോഫിറ്റ് അത്ര കണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നൗ നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ ടു സിമെൻറ്റ് സിൻഡിക്കേറ്റ്. ഇയാൾ റൺ ചെയ്യുന്നത് ഒരു സിമെൻറ്റ് ഫാക്ടറി ആണ്. സോ ഇറ്റ് ഈസ് ബിസിനസ് റിലേറ്റഡ്, സോ ഇറ്റ് ഈസ് അലൗഡ്. 8th point, guest house expense ₹10,000 are included in the entertainment expense. Entertainment expense allowed ആണ്, ഗസ്റ്റ് ഹൗസിൻ്റെ എക്സ്പെൻസും അലൗഡ് ആണ്. ബിക്കോസ് ഗസ്റ്റ് ഹൗസ് ബിസിനസ് ആണ്, മേ ബി ഗസ്റ്റ് ആൻഡ് ഓൾ അനദർ ബിസിനസ്സിലുള്ള പാർട്ടീസ് വരും. സോ ഗസ്റ്റ് ഹൗസ് എക്സ്പെൻസസ് അലൗഡ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസും അലൗഡ് ആണ്. ബട്ട് നോക്കണം പേയ്മെൻറ്റ് ക്യാഷിലാണോ അല്ലയോ എന്നുള്ളത്. ഓരോ പോയിന്റ് പറയുമ്പോഴും പെയ്ഡ് ഇൻ ക്യാഷ് ആണെങ്കിൽ നമ്മുടെ ആ ലിമിറ്റ് നമ്മൾ അവിടെ പ്രത്യേകം പറയണേ. പെയ്ഡ് ഇൻ ക്യാഷ് ആണെങ്കിൽ നമ്മുടെ ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം 10,000 അല്ലെങ്കിൽ 35,000. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആൻഡ് ദ പോയിന്റ് നമ്പർ 9, അലൗവൽ ഡിപ്രിസിയേഷൻ 13,000 ഫോർ ഇൻഡസ്ട്രിയൽ അസറ്റ്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം വാരിസ് ഇൻഡസ്ട്രിയൽ അസറ്റ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇൻഡസ്ട്രിയൽ അസറ്റ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഫിഗർ ഒന്നും തന്നിട്ടില്ല. സോ നമുക്കിത് അലൗബിൾ ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അലൗബിൾ ഡിപ്രിസിയേഷൻ ആണ്. ഇതിനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഇറ്റ് ഈസ് അലൗഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, ലെസ് ചെയ്യണം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മളിവിടെ ഒരു പാറ്റൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡിപ്രിസിയേഷൻ ഇവിടെ കാണിക്കണം. പാറ്റൻറ്റ് വാങ്ങിച്ച ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. സോ 180 days മോർ ആയിരിക്കും, 60,000. പാറ്റൻറ്റിന് എത്ര പെർസെൻറ്റേജ് ആടാ വരുന്നത്, 25-ൻ്റെയാ. പാറ്റൻ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത്
25,000 ആണ്. അപ്പം 60,000-ൻ്റെ 25% എന്ന് പറയുമ്പോൾ 15,000. ഈ 15,000 നമുക്ക് എന്ത് കിട്ടും? അലൗഡ് ആണ്, ലെസ് ചെയ്യണം. സോ ഞാൻ ചെയ്യൂല, നിങ്ങൾ ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ആദ്യം എഴുതണം 5,25,000. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഏതൊക്കെ ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ആഡ് ബാക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. ഏതൊക്കെ ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദിസ് വൺ. സോ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. സെയിൽ പ്രൈസ് ഓഫ് പറഞ്ഞു കേട്ടോ, അത് കാർ സോൾഡ്. ഓക്കെ സി കാർ സോൾഡ് ഇതിൽ വരേണ്ട ഒരു ഇൻകം അല്ലല്ലോ. ഇറ്റ് ഇസ് എന്താ ക്യാപിറ്റൽ റിസീറ്റ് ആണ്. ബിക്കോസ് നമ്മുടെ അസറ്റ് വാങ്ങിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അസറ്റ് വിറ്റിട്ടുന്നത് നമ്മളെ ക്യാപിറ്റൽ റിസീറ്റ് ആണ്. സോ ക്യാപിറ്റൽ റിസീറ്റ് അവിടെ വരാൻ പാടില്ല, നമ്മുടെ ഇതിൽ വരാൻ പാടില്ല. സോ ഇത് നമ്മൾ ലെസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എൻ ഇൻകം റിലേറ്റിംഗ് ടു ദ ബിസിനസ് റിലേറ്റ് ചെയ്ത ഇൻകം അല്ല. അപ്പോൾ വെറുതെ നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത്ര കണ്ട് ഇൻക്രീസ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ഇത് ലെസ് വരുന്നത്. ബാക്കിയെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ വാട്സാപ്പ്. ഓക്കെ.